ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദിനി പറഞ്ഞതുപോലെ തന്നെ ചെയ്യുകയാണ്. സൂര്യ കള്ളു കുടിച്ചു എന്ന് കണ്ടതോടുകൂടി നന്ദിനിയും കണ്ണും ചുമ്പി കള്ളു കുടിക്കുകയാണ്. നന്ദിനിക്ക് വളരെ ബുദ്ധിമുട്ടോടു കൂടിയാണ് നന്ദിനി കള്ളു കുടിക്കുന്നത്. കള്ളിൻ്റെ സ്മെല്ലൊന്നും തന്നെ നന്ദിനിക്ക് പിടിക്കുന്നില്ല. അങ്ങനെ നന്ദിനിക്ക് ഛർദ്ദിക്കാനൊക്കെ വരുന്നുണ്ട്. പക്ഷേ നന്ദിനി സൂര്യയോട് പറഞ്ഞ ആ വാക്കങ്ങ് പാലിക്കുകയാണ്. മേലിൽ സൂര്യ സാർ കള്ളു കുടിക്കരുത് എന്നൊക്കെ സ്വയം പറഞ്ഞുകൊണ്ടാണ് നന്ദിനി കള്ളു കുടിച്ച ശേഷം സൂര്യയുടെ അടുത്തേക്ക് ചെല്ലാൻ പോവുകയാണ് കേട്ടോ. അപ്പോഴാണ് സൂര്യ മുകളിലേക്ക് കയറി വരുന്നത്. അപ്പോൾ നന്ദിനിക്ക് സംശയം വരാതിരിക്കാൻ വേണ്ടി സൂര്യ കള്ള് കുടിച്ചതുപോലെ ആവാതെ ശ്രമിക്കുകയാണ്. എന്നിട്ട് വായ സ്വയം സ്മെല്ല് ചെയ്യുകയാണ്. ഞാൻ കള്ള് കുടിച്ചെന്ന് നന്ദിനിക്ക് സംശയം വരില്ല. ഇനിയിപ്പോൾ നന്ദിനി എങ്ങാനും ഞാൻ കള്ള് കുടിച്ചെന്ന് അറിഞ്ഞാലേ അവൾ ഇവിടെ ഒരു വലിയ ബഹളം തന്നെ ഉണ്ടാക്കും. അതും പോരാഞ്ഞിട്ട് അവളും കള്ള് കുടിക്കുമെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് അവൾക്ക് പിടുത്തം കൊടുക്കാതെ എങ്ങനെയെങ്കിലും അവളുടെ മുന്നിൽ പിടിച്ചു നിൽക്കണം എന്നൊക്കെ സ്വയം പറഞ്ഞുകൊണ്ടാണ് നന്ദിനിയുടെ അടുത്തേക്ക് റൂമിലേക്ക് ചെല്ലുന്നത്. പെട്ടെന്നാണ് റൂമിലേക്ക് കയറുന്നതിൻ്റെ മുന്നേ പുറകിൽ നിന്ന് എക്സ്ക്യൂസ് മീ എന്ന് പറഞ്ഞ് വിളിക്കുന്നത് കേൾക്കുമ്പോൾ പെട്ടെന്ന് സൂര്യ അങ്ങ് ഞെട്ടിപ്പോവാണ്. അങ്ങനെ സൂര്യ തിരിഞ്ഞു നോക്കുമ്പോൾ നന്ദിനി അവിടെ ഇരിക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ സൂര്യ, നന്ദിനി നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? അപ്പോൾ നന്ദിനി പറയാണ്, സൂര്യ സാർ കള്ള് കുടിച്ചില്ലേ? ഞാനൊന്നും കള്ള് കുടിച്ചില്ല നന്ദിനി. അല്ല, എന്നെ പറ്റിച്ചു. സാറ് കള്ള് കുടിച്ചോണ്ടാണ് ഇന്ന് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പോഴൊക്കെ നന്ദിനി നാവ് കുഴഞ്ഞോണ്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പോൾ സൂര്യ പറയുന്നത്, ഇല്ല നന്ദിനി, ഞാനും കള്ള് കുടിച്ചിട്ടില്ല. അല്ല, എന്നെ പറ്റിക്കാനൊന്നും നോക്കണ്ട. സൂര്യ സാറ് കള്ള് കുടിച്ചു എന്ന് പറഞ്ഞ് ഭ്രാന്തിയെ പോലെ അങ്ങ് ദേഷ്യപ്പെട്ട് അവിടെ ഇരിക്കുന്ന കനം കൂടിയ സോഫ അങ്ങ് എടുത്ത് മറിക്കുകയാണ് കേട്ടോ. അതോടുകൂടി സൂര്യ അങ്ങ് ഞെട്ടിപ്പോവാണ്. അതും നന്ദിനി ഒരു കൈ കൊണ്ടാണല്ലോ ചെയ്യുന്നത്. ഇവൾക്കിതെന്താ പറ്റിയത് എന്നുള്ള ഭാവത്തിലിട്ടോ. അങ്ങനെ നന്ദിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട്, നന്ദിനി നിനക്ക് എന്താ പറ്റിയത്? ഇല്ല, സൂര്യ സാറ് കള്ളം പറയുകയാണ്. സൂര്യ സാറ് കള്ള് കുടിച്ചില്ലേ? ഇല്ല നന്ദിനി, ഞാൻ കള്ള് കുടിച്ചിട്ടില്ല. നീ എന്താ കുടിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാനും കുടിച്ചിട്ടില്ല. അപ്പോൾ നന്ദിനിയെ സ്മെല്ല് ചെയ്ത് നോക്കുകയാണ്. അയ്യോ, ഇവള് കള്ള് കുടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നന്ദിനി സൂര്യയുടെ മുഖത്തേക്ക് അങ്ങ് ഊതി കൊടുക്കുകയാണ്. അയ്യോ, ഇവള് കള്ള് കുടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വാ നന്ദിനി, നമുക്ക് റൂമിലേക്ക് പോവാം. ഇല്ല, ഞാൻ വരില്ല, ഞാൻ റൂമിലേക്ക് വരുന്നില്ല. സൂര്യ സാറ് കള്ള് കുടിച്ചില്ലേ? ഒരു കള്ള് കുടിയനെയാണല്ലോ എനിക്ക് കിട്ടിയത്. ഈശ്വര, ഇനി എന്ത് ചെയ്യും? എൻ്റെ ജീവിതം നശിച്ചു. എന്നെ ആര് രക്ഷിക്കും എന്നൊക്കെ സ്വയം പറഞ്ഞുകൊണ്ട് നന്ദിനി ഇങ്ങനെ ഓരോന്ന് പിച്ചും വഴിയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെ നന്ദിനിയെ ബലം പിടിച്ചുകൊണ്ട് സൂര്യ റൂമിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. ഇനി ആരെങ്കിലും കണ്ട ഇതിൻ്റെ പേരിൽ വലിയ പ്രശ്നമുണ്ടാകുമല്ലോ എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് കേട്ടോ. അങ്ങനെ നന്ദിനിയെ എത്ര സൂര്യ റൂമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചാലും നന്ദിനിയെ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അപ്പോൾ സൂര്യ പറയാണ്, നന്ദിനി നീ എന്ത് ആഹാരമാണ് കഴിക്കുന്നത്? എനിക്ക് നിന്നെ റൂമിലേക്ക് പോലും കൊണ്ടുപോകാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഭാവത്തിലോട്ടോ. അങ്ങനെ നിർബന്ധിച്ച് ബലം പിടിച്ചുകൊണ്ട് തന്നെ സൂര്യ നന്ദിനിയെ റൂമിലേക്ക് കൊണ്ടുപോവാണ്. എന്നിട്ട്, നന്ദിനി നീ കള്ള് കുടിച്ചോ? ഇല്ല സൂര്യ സാർ, ഞാൻ കള്ള് കുടിച്ചിട്ടില്ല. നിന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. നിന്നെ സ്മെല്ല് ചെയ്യുമ്പോൾ നീ കള്ള് കുടിച്ചതുപോലെ ഉണ്ടല്ലോ. എന്നിട്ട് സൂര്യ അവിടെ ഇരിക്കുന്ന കള്ള് കുപ്പി നോക്കുകയാണ്. അപ്പോൾ അതിലെ ഒരു കള്ള് കുപ്പിയിൽ നിന്നും ഒരുപാട് കുറവുള്ളത് കാണുകയാണ്. അപ്പോൾ സൂര്യയ്ക്ക് മനസ്സിലാവാണ് ഇതിൽ നിന്നുമാണ് നന്ദിനി കുടിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാവാണ്ട്, അയ്യോ ഇത് കുറച്ച് വീര്യം കൂടിയതാണല്ലോ, ഇതാണല്ലോ നന്ദിനി കുടിച്ചിട്ടുള്ളത്. നന്ദിനി നീ എന്തിനാണ് ഇത് ചെയ്തത്? അത് പിന്നെ സൂര്യ സാറിനോട് ഞാൻ പറഞ്ഞതല്ലേ കള്ള് കുടിച്ചിട്ട് ഇവിടേക്ക് വരരുത് എന്ന്. എന്നിട്ട് സൂര്യ സാറ് കള്ള് കുടിച്ച് വന്നില്ലേ? അപ്പം പിന്നെ സൂര്യ സാറിനോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കണ്ടേ? ഞാനെന്താ പാലിക്കില്ല എന്നാണോ സൂര്യ സാറ് കരുതിയത്? ഞാൻ വെറുതെ പറയുകയാണെന്നാണോ സാറ് കരുതിയത്? എങ്കിൽ സാറിന് തെറ്റി. ഇനി സാറ് എപ്പോഴൊക്കെ കുടിക്കുന്നുണ്ട് അപ്പോഴൊക്കെ ഞാനും കുടിക്കും. അത് കേട്ടതോടു കൂടി സൂര്യ, അയ്യോ ഈശ്വര, ഞാൻ കുടിച്ച കള്ളൊക്കെ ഇറങ്ങിപ്പോയല്ലോ ഈ നന്ദിനി കുടിച്ചു എന്ന് കേട്ടതോടു കൂടി അങ്ങനെ നന്ദിനി അവിടെ ഇരിക്കുന്ന കള്ളിൽ നിന്ന് വീണ്ടും കുടിക്കുകയാണ് കേട്ടോ. അയ്യോ നന്ദിനി, ചതിക്കല്ലേ, നീ എന്താണ് ഈ കാണിക്കുന്നത്? അല്ല സൂര്യ സാർ, ഞാൻ കുറച്ചുകൂടി കുടിക്കട്ടെ എന്ന് പറയില്ല നന്ദിനി. അത് വേണ്ട. അല്ല സൂര്യ സാറല്ലേ പറയുന്നത് കുടിക്കുന്നത് തെറ്റില്ല എന്ന്. അപ്പം പിന്നെ ഞാൻ കുടിച്ചതും തെറ്റില്ലല്ലോ. അയ്യോ നന്ദിനി, തെറ്റ് തന്നെയാണ്. എന്തിനാണ് നന്ദിനി നീ കുടിക്കാൻ നിന്നത്? അപ്പോൾ സൂര്യ സാറ് കുടിക്കുന്നുണ്ടെങ്കിൽ എനിക്കും കുടിക്കാമല്ലോ എന്ന് പറഞ്ഞ് സൂര്യയെ ഒരു തള്ളു വെച്ചു കൊടുക്കുകയാണ്. അപ്പോൾ സൂര്യ കട്ടിലിൽ പോയി വീഴുകയാണ് കേട്ടോ. എന്നിട്ട് നന്ദിനി കട്ടിലിൻ്റെ മുകളിൽ കയറുകയാണ്. എന്നിട്ട് പറയാണ്, സൂര്യ സാർ ഇനി ഒരക്ഷരം പോലും മിണ്ടി പോവരുത്, ഞാൻ പറയുന്നത് അങ്ങ് അനുസരിക്കണം. അപ്പോൾ നന്ദിനി നീ പറയുന്നതെല്ലാം അനുസരിക്കാം, നീ ഒന്ന് മിണ്ടാതിരിക്കുക, നീ ഒന്ന് ഉറങ്ങാൻ നോക്കുക എന്ന് പറയുമ്പോൾ, ഇല്ല ഞാനിപ്പോൾ വരാം, ഞാനിപ്പോൾ ഇവിടെ നിന്ന് പുറത്തു പോവുകയാണ്. സൂര്യ സാർ എൻ്റെ പുറകെ വരാൻ നിൽക്കണ്ട, ഇവിടെ തന്നെ നിന്നോളണം എന്ന് പറഞ്ഞ് സൂര്യയോട് സൂര്യ ഇവിടെ ഇരിക്കണം എന്നങ്ങ് പറയുമ്പോൾ എനിക്കെല്ലാം പിടിവിട്ടു പോയി. ഇനിയിപ്പോൾ ഇവിടെ എന്തൊക്കെയാണാവോ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ സൂര്യ പേടിയോടുകൂടി റൂമിലിരിക്കുന്നത്. അങ്ങനെ ഈ ഒരു ബഹളമൊക്കെ കേട്ട് വേദ റൂം
റൂമിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അപ്പോഴാണ് നന്ദിനിയും റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ വേദ പോകുന്നത് കാണുമ്പോൾ എവിടെ പോകുന്നു എന്നങ്ങ് ഒച്ചയെടുത്ത് ചോദിക്കുമ്പോൾ വേദ തന്നെ അങ്ങ് ഞെട്ടിപ്പോവാണ്. ഇവളെന്താ ബഹുമാനമില്ലാതെ മേഡം എന്ന് പറഞ്ഞ് വിളിച്ചിരുന്നവൾ ഇവളെന്താ എന്നെ ഇപ്പോൾ ബഹുമാനമില്ലാതെ വിളിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ, ഇപ്പോൾ എന്താ എന്നെ വിളിച്ചത്, നീ എന്താ എന്നെ ബഹുമാനമില്ലാതെ വിളിക്കുന്നത്? അപ്പോൾ നന്ദിനി പറയണേ, എന്താടി കുട്ടി പത്മയാണോ നീ? നിന്നെ എങ്ങനെയാടി മര്യാദയാക്കി അടങ്ങി വിളിക്കുന്നത്? നിന്നെ പിന്നെ വാ പോ എന്നൊക്കെ തന്നെ അല്ലേടി നിന്നെ വിളിക്കാൻ പറ്റൂ. അപ്പോൾ പെട്ടെന്ന് വേദ അങ്ങ് ഞെട്ടിപ്പോവാണ്. ആരാന്നാ നിന്റെ വിചാരം? നിനക്കെന്താ ആരെയും ഒരു ബഹുമാനമില്ലാത്തത്? നിന്റെ വിചാരം എന്താടി? നീ വലിയൊരു സംഭവമാണെന്നാണോ? അത് കേട്ടപ്പോൾ വേദ, എന്താടി നീ എന്നെ വിളിച്ചത്? നീ എന്താടി ഇങ്ങനെ സംസാരിക്കുന്നത്? നിനക്കെന്താ ഭ്രാന്തായോ? അപ്പോഴത്തേക്കും നന്ദിനി, മിണ്ടി പോവരുത്, നിന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് വേദയെ അടിക്കാൻ വേണ്ടി കൈ ഓങ്ങുകയാണ് കേട്ടോ. അതോടുകൂടി വേദ തന്നെ അങ്ങ് പേടിച്ചു പോവാണ്. അത് കണ്ടോണ്ട് നിൽക്കുന്ന സൂര്യ, അയ്യോ എല്ലാം കുളമായല്ലോ, എല്ലാവരും അറിയുമെന്നാ തോന്നുന്നത്. നന്ദിനി കള്ളു കുടിച്ചു എന്നുള്ളത് ഈ വീട്ടിലുള്ള എല്ലാവരും അറിയും. ഇനിയിപ്പോൾ അടുത്ത പ്രശ്നമാവുമല്ലോ ഉണ്ടാവുക. അപ്പോഴത്തേക്കും നന്ദിനി, നീ എന്താടി നീ കരുതിയത്? നീ വലിയ സംഭവമാണെന്നോ? നിനക്കൊക്കെ അഹങ്കാരം തലക്ക് കയറിയവളാടി. നിനക്കുണ്ടോ വല്ലവരെയും ബഹുമാനിക്കാൻ അറിയും? നീ എന്താ എന്നെക്കുറിച്ച് കരുതിയത്? എനിക്ക് ഭ്രാന്തല്ലടി, നിനക്കാടി ഭ്രാന്ത്. ഒക്കെ എന്ത് ജന്മമാടി? നിനക്ക് മനുഷ്യന്മാരെ ആരെയും ബഹുമാനവുമില്ല, ഒരു വിലയും കൊടുക്കില്ല. ഈശ്വരനെ പോലും നിനക്ക് വിലയില്ലാതെ അല്ലടി നിന്റെ കയ്യിൽ ഞാൻ കെട്ടിയ ആ തുണിയെടുത്ത് നീ വലിച്ചെറിഞ്ഞില്ലേ? ദേവിയോട് പോലും നിനക്കൊരു ബഹുമാനമില്ലാതെയല്ലേ നീ അന്നത് ചെയ്തത്? പുഴയ്ക്ക് നന്ദിനി സംസാരിക്കുമ്പോൾ ആടിയിട്ടാണ് നന്ദിനി സംസാരിക്കുന്നതും നാവ് കുഴഞ്ഞുകൊണ്ടാണ് നന്ദിനി സംസാരിക്കുന്നത്. അപ്പോൾ നന്ദിനി പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ ഇവൾക്ക് എന്താ പറ്റിയത് എന്നുള്ള ഭാവത്തിലാണ് വേദ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പോഴത്തേക്കും ഈ ബഹളം കേട്ട് ഇന്ദ്രജയും വിജയനും പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഇവളുടെ സൗണ്ട് എന്താ ഇങ്ങനെ ഉറക്കെ കേൾക്കുന്നത്? ഇവളെങ്ങനെ ഉറക്കെ സംസാരിക്കാറില്ലല്ലോ, ഇവൾക്ക് എന്താ പറ്റിയത്? അറിയില്ല ചേച്ചി, ഇവൾ എന്തൊക്കെയോ ഇവിടെ കാണിച്ചു കൂട്ടുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇന്ദ്രജയുടെ അടുത്തേക്ക് നന്ദിനി ചെല്ലുകയാണ്. നീ ആരാന്നാ നിന്റെ വിചാരം? നീ ഈ വീട്ടിലെ വലിയ മുതലാളിയാണെന്നല്ലേ നിന്റെ ഭാവം എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രജയോടും ബഹുമാനമില്ലാതെയൊക്കെ ഓരോന്ന് വിളിച്ച് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ദ്രജ, എന്താടി നിനക്ക് പറ്റിയത് എന്ന് ചോദിച്ച് നന്ദിനി ഒരു തള്ളു വെച്ച് കൊടുക്കുമ്പോൾ, നീ എന്നെ തള്ളുന്നോ? കുറച്ചു മുന്നേ എൻ്റെ റൂമിലേക്ക് പാത്തും പതുങ്ങിയും വന്ന് ശിവന് വേണ്ടി നിനക്കൊക്കെ വാങ്ങി തന്ന ഡ്രസ്സ് എല്ലാവർക്കും മുന്നിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവസാനം എൻ്റെ റൂമിൽ വന്ന് ആ ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയില്ലേ? നിങ്ങൾ നല്ലവർ തന്നെയാണ്. പിന്നെ നീ ഇവളുടെ ചേച്ചിയല്ലേ? ഇവൾ തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണ് എന്ന് പറഞ്ഞ് തിരുത്തി കൊടുക്കേണ്ടത്. എന്നിട്ട് വെറുതെ അതൊന്നും ചെയ്യാതെ എല്ലാവരെയും എരിപിരി കയറ്റുകയല്ലേ നീ ചെയ്യാറുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രജയും വിജയനെയും വേദയൊക്കെ ഒരുപാട് പറയുകയാണ് കേട്ടോ. അങ്ങനെ നന്ദിനി വല്ലാതെ ബഹളം വെക്കുകയാണ്. അപ്പോൾ സൂര്യക്കാണെങ്കിലോ അയ്യോ എല്ലാം കൈവിട്ടു പോയി എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ സൂര്യ റൂമിലിരുന്ന് ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പോഴത്തേക്കും ഈ ബഹളമൊക്കെ കേട്ട് യതീന്ദ്രനും പത്മയൊക്കെ അവിടെ താഴെ നിൽക്കുന്നുണ്ട്. അവസാനം നന്ദിനി കൈവിട്ടു പോവുകയാണെന്ന് മനസ്സിലാക്കുമ്പോൾ സൂര്യ വന്ന്, നന്ദിനി നീ വാ, റൂമിലേക്ക് വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ, ഇല്ല സൂര്യ സാർ, ഞാൻ വരില്ല, ഞാൻ ഇവിടെ ഇരിക്കുകയാണെന്നും പറഞ്ഞ് നന്ദിനി അവിടെ അങ്ങ് ഇരിക്കുകയാണ്, കാലൊക്കെ കയറ്റിയിട്ട്. എന്നിട്ട് പറയണേ, സൂര്യ സാറിനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കള്ള് കുടിക്കരുത് എന്ന്. കള്ള് കുടിച്ചാൽ ഞാനും കുടിക്കുമെന്നുള്ളത് സൂര്യ സാറിനോട് പറഞ്ഞപ്പോൾ സൂര്യ സാർ അത് കേട്ടില്ലല്ലോ എന്ന് പറഞ്ഞതോടുകൂടി വേദയും ഇന്ദ്രജയും വിജയൻ അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ നന്ദിനി ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കള്ള് കുടിച്ച് സ്വബോധത്തിലല്ല അല്ലേ എന്നുള്ള ഭാവത്തിലോട്ടോ അവർ അതിശയിച്ചു പോവാണ്. അപ്പോൾ താഴെ നിൽക്കുന്ന യതീന്ദ്രനും പത്മയൊക്കെ നന്ദിനി ഈ പറഞ്ഞ കാര്യം അങ്ങ് കേൾക്കുകയാണ്. അപ്പോൾ പത്മ നന്ദിനിയുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ദേഷ്യത്തിൽ. അപ്പോൾ യതീന്ദ്രൻ തടയുകയാണ്. എന്നിട്ട് സൂര്യ നന്ദിനി അങ്ങ് കോരിയെടുക്കുകയാണ്. ഇനി ബാക്കിയുള്ളത് നമുക്ക് റൂമിൽ സംസാരിക്കാം. ഇല്ല സൂര്യ സാർ, എനിക്ക് ഇവരോടൊക്കെ ഇനിയും സംസാരിക്കണം. അല്ല ഇന്ദ്രജെ, നിനക്ക് ഞാൻ തന്ന ആ സാരി നീ ഉടുത്തു നോക്കിയോ? നിനക്കത് ചേരുന്നുണ്ടോ, ഭംഗിയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വിജയൻ പറയണേ, നന്ദിനി നീ ഒന്നും മിണ്ടാതിരിക്കും, ആൻറ്റി കേൾക്കും, അതോടുകൂടി ഇനി അടുത്ത പ്രശ്നം ഉണ്ടാകും എന്നൊക്കെ പറയട്ടെ. അങ്ങനെ വേദയെയും ഇന്ദ്രജയെയും മേഡം എന്ന് വിളിച്ചിരുന്ന നന്ദിനി പേര് വിളിക്കുന്നത് കേട്ട് അവരൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ എല്ലാം സഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ നന്ദിനിയെ കോരിയെടുത്തുകൊണ്ട് റൂമിലേക്ക് നന്ദിനിയും കൂട്ടി അങ്ങ് പോവുകയാണ് സൂര്യ. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന യതീന്ദ്രന് ചെറിയതായിട്ടൊന്ന് ചിരി വരികയാണ്. നന്ദിനി കള്ളു കുടിച്ച് ബോധമില്ലാതെയാണെങ്കിലും ഇവരെയൊക്കെ ഒന്ന് പേര് വിളിച്ച് ഇവരെ എല്ലാം തന്നെ മുൾമുനയിൽ നിർത്തിയല്ലോ എന്നുള്ള ഭാവത്തിലിട്ടോ. അപ്പോൾ പത്മയാണെങ്കിലോ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന പത്മയ്ക്ക് നന്ദിനിയുടെ ആ ബഹളവും സംസാരമൊക്കെ കേൾക്കുമ്പോൾ പത്മയ്ക്ക് നല്ല ദേഷ്യം പിടിക്കുകയാണ്. ഇനി ഒരു കിടിലൻ എപ്പിസോഡാണ് ഇനി നാളെ വരാനിരിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.